ഹലോ നമസ്കാരം, ഞാൻ ജയകൃഷ്ണൻ JK ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു വാഹനത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുറച്ച് കാലമായിട്ടൊരു വണ്ടി ഉപയോഗിക്കാതിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടി കുറച്ച് നമുക്ക് എടുക്കാതിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് വണ്ടിയുടെ അവസ്ഥ നോക്കാൻ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എടുക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ നമ്മൾ വണ്ടിയുടെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കണം. അതിനകത്ത് എന്തെങ്കിലും ലൈനോ കാര്യങ്ങളൊക്കെ എലി വല്ലതും കറണ്ടിട്ടുണ്ടോ നോക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ കീ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ബോണറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓയിലാണ്. ഓയിൽ എന്തുമാത്രമാണ് നോക്കണം. ഓയിലുണ്ട്, കുഴപ്പമില്ല, നമുക്ക് കാണാൻ പറ്റും ഓയിലൊക്കെ കറക്റ്റാണ്. അതിനുശേഷം നമ്മൾ കൂളൻ്റ് ചെക്ക് ചെയ്യണം. കൂളൻ്റ് ഒരു കുറച്ച് കുറവാണ്. അത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ടോപ്പ് ചെയ്താൽ മതി. ഇത് തുറന്നിട്ട് അടയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അടച്ചൊന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ബാറ്ററി കണക്ഷനൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വയറോ കാര്യങ്ങളോ എല്ലാം കട്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിലൊക്കെ എലികളോ കാര്യങ്ങളോ എല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ ഇവരിൻ്റെ വയറുകളൊക്കെ കട്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ വന്നെങ്കിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഷോർട്ടേജോ കാര്യങ്ങളൊക്കെ വരും. കാരണം സെൻസർ എഞ്ചിൻ ആയതുകൊണ്ട് വണ്ടിക്ക് കംപ്ലൈൻറ്റുകൾ വരാൻ ചാൻസ് കൂടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൽ വയറുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കട്ടായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഒന്ന് വണ്ടിയുടെ അകത്ത് കയറിയിട്ട് ഇനി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ചാവി ഇട്ടിട്ടൊന്ന് നോക്കാം. നമുക്ക് മൂട്ടറാക്കിയ ശേഷം നമ്മൾ കീ എല്ലാം നോക്കാം. അതിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് എന്തൊക്കെ ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത് എന്നൊക്കെ എൻ്റെ ഹാൻഡ് ബ്രേക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ എൻജിൻ ഓഫായിട്ടാണ് ഇത് കാണിക്കുന്നത്. പിന്നെ സീറ്റ് ബെൽറ്റ്, ബാറ്ററി ഉണ്ട്, എൻജിൻ്റെ ഉണ്ട്, പിന്നെ ഓയിലിൻ്റെ ഉണ്ട്, ഫെഡറേറ്റ്. അപ്പോൾ നമ്മളെ ഇൻഡിക്കേഷനൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാകാൻ പറ്റും ഇത് വേറെ പ്രോബ്ലമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് സാധാരണ വണ്ടി എടുക്കുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാൻ പറ്റും, RPM കയറുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഒരു കാരണവശാലും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാൻ ശ്രമിക്കരുത്. കാരണം അത് ചെയ്യുന്നത് ശരിയല്ല. ആക്സിലേറ്റർ ഒരു കാരണവശാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചില ആൾക്കാർ കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ ആക്സിലേറ്റർ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ RPM 1 നിൽക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടിയുടെ ആ റേസായ സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ചെറുക്കെ ഒന്ന് കാല് കൊടുക്കുന്നത് നോക്കാം. കാല് കൊടുക്കുന്നതനുസരിച്ച് RPM ഇവിടെ കയറുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരു കാരണവശാലും നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, വണ്ടി സ്റ്റാർട്ടായ ഉടനെ തന്നെ നമ്മുടെ ആക്സിലേഷൻ കൊടുക്കരുത്. ഒരു നമ്മുടെ RPM 1 ലെവലായതിനു ശേഷം മാത്രമേ ഒന്ന് ആക്സിലേറ്റർ കൊടുക്കാൻ ശ്രമിക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. നമ്മുടെ ലൈറ്റൊക്കെ ഉണ്ടോ ഡിസ്പ്ലേ കാണാൻ പറ്റും. അങ്ങനെ പറ്റും ലൈറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. എല്ലാ കാര്യം ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ വൈപ്പറ്, ഇൻഡിക്കേറ്റർ ഒന്നും കുഴപ്പമില്ല. എല്ലാം നമ്മളെന്നാലും ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. നമ്മുടെ മിക്ക വണ്ടികളിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് നമ്മൾ ഈ AC-യുടെ ക്യാബിൻ്റെ മോട്ടറിനുള്ളിൽ എലി അങ്ങോട്ട് സാധനങ്ങളൊക്കെ കയറുന്നത്. അത് കയറാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഈ AC-യുടെ ഇവിടെയാണെങ്കിൽ
2 സ്വിച്ചുണ്ട്. ഇത് പുറത്തുനിന്നുള്ള വായുവിനെ എടുക്കാനും പുറത്തുനിന്നുള്ള വായു എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്വിച്ച്. അപ്പം നമ്മൾ ഈ സ്വിച്ചിൽ ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇപ്പം പുറത്തുനിന്നുള്ള വായു എടുക്കത്തില്ല. കാരണമാണ് ഉള്ളിലെ വായു എയറിന് മാത്രമേ അത് കൺട്രോൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ബട്ടൺ ഞെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇവിടെ ഒരു ഷട്ടറുണ്ട്. ആ ഷട്ടർ പുറത്തുനിന്നുള്ള വായു എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ഷട്ടറുണ്ട്. ആ ഷട്ടറിനെ ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ ലൈറ്റ് കത്തുമ്പോൾ ഇത് ക്ലോസ് ഇടാനാണ് അർത്ഥം. അപ്പോൾ ഇത് ഞെക്കി കഴിയുമ്പോഴത്തേനും ഷട്ടർ പൊങ്ങും. അപ്പം ഇത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിത് ഞെക്കിയിട്ട് കഴിഞ്ഞാൽ ഷട്ടർ ഇപ്പോൾ ക്ലോസ് ആയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് പുറത്തു നിന്നുള്ള ഈ എലി അങ്ങനെയുള്ള സാധനങ്ങൾ, പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളൊന്നും, പ്രാണികളൊന്നും ഇതിൻ്റെ AC-യുടെ വെന്റിന് അകത്തൂടെ കയറി വണ്ടിക്കകത്ത് വരാൻ ചാൻസ് കുറവാണ്. അപ്പം കഴിവതും എല്ലാവരും ഈ ബട്ടൺ എപ്പോഴും വണ്ടിയുടെ ഓൺ ആക്കിയിട്ടേക്കണം, AC-യുടെ ഇവിടെ. അപ്പം പുറത്തുനിന്നുള്ള ഒന്നും തന്നെ അകത്തോട്ടൊന്നും കയറുന്നില്ലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെയൊക്കെ വീലിൻ്റെയൊക്കെ ടയറോടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ ചെക്ക് ചെയ്ത വഴിക്ക് നമ്മുടെ വണ്ടിയുടെ ഒരു വീലിന് എയർ കുറവാണ്. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് വീല് ഇതിന് എയർ കുറവാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കി അറിയില്ല. നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ സൈഡിലത്തെ ഈ വീർപ്പ് ഉണ്ടോ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എയർ കുറവാണ്. അപ്പോൾ നമുക്കിനി ടയറോടൊന്ന് മാറ്റണം. എന്നിട്ട് വണ്ടി നമുക്ക് വാഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പഞ്ചറായ ടയർ നമ്മളിവിടെ ഊരി അഴിച്ച് മാറ്റി വേറെ സ്റ്റെപ്പിന് ടയറും വെച്ചിട്ടുണ്ട്. നമുക്കിനി വീൽ കപ്പൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഇറക്കാം. അപ്പം നമ്മുടെ ആ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് വണ്ടി പുറത്തോട്ട് ഇറക്കിയിട്ട് നമുക്ക് വാഷിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ഒഴിക്കുന്ന ഹോസാണ്. അതിൻ്റെ അകത്ത് കാണുന്നത് ഫ്ലൂയിഡൊക്കെ വന്നത് കറക്റ്റാണ്. ഇതൊക്കെ നമ്മൾ ആഴ്ചയിലെങ്കിലും ഇതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതൊക്കെ വൈപ്പറിൻ്റെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ്. പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പോർഷനാണ്. ഈ വണ്ടി 1200 cc വണ്ടിയാണ്. സ്വിഫ്റ്റ് ഡിസയറാണ്. 2015 മോഡൽ വണ്ടിയാണ് സ്വിഫ്റ്റ് ഡിസയർ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വാഷിങ് കഴിഞ്ഞിരിക്കുകയാണ്. വണ്ടിയൊക്കെ വാഷ് ചെയ്ത് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പോലെ ഒരു വണ്ടി കുറച്ച് നാൾക്ക് ശേഷം എടുക്കുമ്പം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അതുവരെ താങ്ക് യു.